എന്താ നേരം വൈകി? ഇന്ന് കുറേ പണിയുണ്ടായിരുന്നല്ലേ, നബിദിനല്ലേ. അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഇന്ന് പോകണില്ലെന്ന് വിചാരിച്ചതാണ്. കയ്യിൻ്റെ ഈ ഭാഗം കടക്കില്ല. എന്താ ചെയ്യണേ? വാടക കൊടുക്കണം കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യത്തിന്. ഇനിയിപ്പോൾ അതാ ആ കുട്ടിക്ക് 40,000-40,000 റുപ്യ കെട്ടണം അക്കൗണ്ടിങ്ങിൻ്റെ പഠിക്കണമെനിക്ക്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പോവാണ്ടിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഇപ്പം ഞാൻ തന്നെയല്ലേ കുടുംബത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ഞാൻ പോവാണ്ട് ഇപ്പോൾ പറ്റും. പോവാണ്ട് ഒരു പാർട്ടി ഇരുന്നാൽ എന്താ കാട്ടുക? അപ്പോൾ പോയി ഒരു ദിവസം പോയി ആ പൈസ പോവാണ്ടിരുന്ന പൈസ കുറയില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഈ കയ്യിൻ്റെ ഈ ഭാഗം വളരെ കടച്ചില്ല. ഒരുപാട് തീരെ വയ്യ. ഞാൻ പോണില്ല വിചാരിച്ചതാണ്. ഹോസ്പിറ്റലിൽ പോയില്ലേ? ഹോസ്പിറ്റലിൽ പോകണം. 10, 300, 350 കിട്ടിയ ഹോസ്പിറ്റലിൽ പോവുക, കുടുംബത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഈ ഉപ്പും കല്ലിട്ട് വെള്ളം വെച്ച് പോവുക, വീർത്തിക്കുക. ഭയങ്കരമായിട്ട് വയ്യ. കുട്ടികളൊക്കെ അല്ലേ അവിടെ? പിന്നെ എന്തായി? പിന്നെ നബിദിനത്തിന് പോയില്ലേ ഇന്നലെ കുട്ടികളെയും കൊണ്ട്? എന്തായാലും പോയി. ഇന്നൊരു ദിവസം ലീവിലിരിക്കുമ്പോൾ വിചാരിച്ചപ്പോൾ അന്നും ലീവ് ഉണ്ടായില്ല. അവർ വിളിച്ചതാണ്, ഞാൻ പോകാണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് ലീവിനെ കൊടുക്കുന്നില്ല, കാരണം 10-400 റുപ്യ പോയി കിട്ടില്ല. അപ്പം പോയി ആ തണ്ടയ്ക്ക് വേദനിച്ചിട്ട് ഭയങ്കര വരുത്താവുക. തണ്ടയ്ക്ക് എങ്ങനെയെങ്കിലും ഇരിക്കാനൊരു പെര കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ലേശം കറികളൊക്കെ കൊണ്ടുപോകും. ആ മേടിക്കാനിലേക്ക് ബസ്സിന് കയറുന്ന. പിന്നെ ഇവിടെ അടുത്തല്ലേ, അപ്പം അതുകൊണ്ട് പോയി. ഇവിടെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയിട്ട് വരിക. എന്താ ഇവിടെ കുറച്ചങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വരിക. എന്താ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് വാടക കൊടുക്കണം. അതിൽ കുറച്ച് സാധനങ്ങളാണ്. ഒന്നിപ്പോൾ ഒരു പണി കൈ കടഞ്ഞിട്ട് വയ്യ. ഈ ഒരു ഭാഗം കൈ കടച്ചു മൂത്തണുണ്ടോ? ഈ ചൂടുവെള്ളം മുക്കി പറ്റണം. കഷ്ടപ്പെടണം. അത് ഓർമ്മയിരുന്നോട്ടെ. വെള്ളം പറ്റും.